എത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്. ദേ ഈ സ്റ്റിക്കറും കൊണ്ട് ഞാൻ പോകുന്നത് ഈ വണ്ടിയിലൊക്കെ ഈ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി കേട്ടോ. നമ്മുടെ സഞ്ജുവിൻ്റെ കല്യാണമാണിത്. അങ്ങനെ രാവിലെ തന്നെ ചായയും കുടിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. ഞാനും വിനുവും ഗോവിന്ദും ഹരിയങ്ങളും കൂടെ പോകുന്ന വഴിക്ക് യവനികയിലൊന്ന് കയറി. അവിടുന്ന് കുറച്ച് പൂക്കളും ബൊക്കെയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നേരെ തൃശ്ശൂർ പുഴയോരത്തേക്ക് വന്നപ്പോൾ തന്നെ നേരെ കലവറയിലേക്ക് കയറി. മണം കൊണ്ട് കയറിയതാട്ടോ, ഒരു രക്ഷ ഉണ്ടായില്ല. അവിടെ സാമ്പാറും പായസമൊക്കെ റെഡിയാവുന്നതായിരുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ പുറകെ ഓടിയതുകൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ ലേറ്റായിപ്പോയി. അങ്ങനെ നേരെ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ. ഇത് രമേശ് ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രമേശ് ചേട്ടൻ്റെ പെങ്ങളുടെ മോളാണ് സഞ്ജു. നമ്മളങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കഴിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറിയിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ വരൻ്റെ വരവേൽപ്പ്. അങ്ങനെ അതേ ചെക്കൻ വന്നു. ചെക്കനെ വരവേറ്റ് നേരെ അകത്തേക്ക് കൊണ്ടുവന്നിരുത്തി. പിന്നെ സഞ്ജു വരുന്നു. സഞ്ജുവിൻ്റെ എൻട്രി അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കോസ്റ്റ്യൂമിൽ സഞ്ജുവിനെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അവരുടെ താലികെട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വിചാരിച്ചതിലും അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു രണ്ടാമതൊരു എൻട്രിയും കൂടി ഉണ്ടായിരുന്നു. കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടൊരു എൻട്രി. അങ്ങനെ അതിൽ നമ്മൾ അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് വിശന്നുകൊണ്ട് സദ്യ കഴിക്കുന്നത്. ലാസ്റ്റത്തെ പന്തിക്കായതുകൊണ്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ സഞ്ജുവിനെ നമ്മൾ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സഞ്ജുവും അവനും ഭയങ്കര ഹാപ്പി ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബൈ ഫ്രം സോളോ ജേണി.